നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആവണങ്ങാട്ട് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതിമനോഹരമായി കണ്ണം ചെമ്മിക്കുന്ന കാഴ്ചയാണ് അമ്പലത്തിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് അമ്പലം കണ്ടിട്ട് വരാം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവസ്ഥാനത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെ ഭഗവാന്റെ മൂലസ്ഥാനവും ഉണ്ട്. നമ്മൾ ദേവസ്ഥാനം തൊഴുതാൽ തന്നെ മൂലസ്ഥാനവും തൊഴണം. ഈ ദേവസ്ഥാനത്തിന്റെ അടുത്ത് തന്നെയാണ് കൂത്തമ്പലം. ഈ കാണുന്ന ദൃശ്യമാണ് ദേവസ്ഥാനത്തിന്റെ ഒരു ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്, അതായത് മുൻവശം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കൂത്തമ്പലം കേട്ടോ. അതായത് ഭഗവാന്റെ ദേവസ്ഥാനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത്. കൂത്തമ്പലത്തിന്റെ അകത്ത് ഒരുപാടധികം ഭഗവാന്റെ ഓരോരോ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ശിവപാർവതി സമേതനായിട്ടുള്ള വിഷ്ണുമായ സ്വാമിയുടെ ഒരു വലിയ പ്രതിമയാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ. കൂടാതെ നന്ദിദേവന്റെ പ്രതിമ കാണാം. പിന്നെ 5 തലയുള്ള അനന്തനോടൊപ്പം ഇരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ഒരു വലിയ പ്രതിമയുണ്ട്. അതിമനോഹരമാണ് കൂത്തമ്പലത്തിന്റെ ഉൾവശം എന്ന് പറയുന്നത്. അത്ര രസമായിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് വന്ന് കാണുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ പലതവണയായിട്ട് ശ്രീ വിഷ്ണുമായ സ്വാമി എന്നും ഭഗവാന്റെ ദേവസ്ഥാനം എന്നും മൂലസ്ഥാനം എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആരാണ് വിഷ്ണുമായ സ്വാമി എന്നും എങ്ങനെയാണ് വിഷ്ണുമായ സ്വാമിയുടെ ഒരു ഉത്ഭവം എന്നും എങ്ങനെയാണ് ശിവപാർവതിമാര് ഈ വിഷ്ണുമായായിട്ടുള്ള ബന്ധം എന്നൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഒരിക്കല് പരമശിവൻ ഒരു കാടിനകത്ത് വേട്ടയാടാനായിട്ട് പോയി. അപ്പോഴാണ് ആ കാടിൻ്റെ ഉള്ളിൽ അതിമനോഹരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. കൂളിബാഗ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ ഒരു കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ഒരു ഗോത്രവർഗക്കാരായ ആ ഒരു രാജാവിൻ്റെ മകളാണ് കൂളിബാഗ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ശില കൂളിബാഗ ദേവിയുടേതാണ് കേട്ടോ. അപ്പോൾ ഈ കൂളിബാഗ ദേവിയെ കണ്ട് വളരെയധികം മോഹം തോന്നി മഹാദേവന്. അപ്പോൾ മഹാദേവൻ കൂളിബാഗയെ ഈ ഒരു മോഹം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭ്യർത്ഥന കണ്ട് വളരെയധികം ഭയന്ന കൂളിബാഗ ദേവി പാർവതിയുടെ വളരെ വലിയൊരു ഭക്തയാണ്. അപ്പോൾ ദേവി പാർവതിയെ വളരെയധികം പ്രാർത്ഥിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ദേവിയോട് ഈ ഒരു കാര്യം പറയണ്ടായി. അതായത് മഹാദേവന് തന്നോട് മോഹം തോന്നിയ ഒരു കാര്യം ദേവിയോട് ഉണർത്തിക്കുകയുണ്ടായി. അപ്പോൾ കൂളിബാഗയുടെ വാക്കുകൾ കേൾക്കുന്ന ദേവി പാർവതി താൻ സ്വയം കൂളിബാഗയുടെ രൂപത്തിൽ പോയി മഹാദേവന്റെ മുന്നിൽ പ്രത്യക്ഷയായി. അങ്ങനെ ദേവി പാർവതി, അതായത് കൂളിബാഗയുടെ രൂപമെടുത്ത ദേവി പാർവതിക്കും പരമശിവനും കൂടെ ഉണ്ടായ പുത്രനാണ് വിഷ്ണുമായ ഭഗവാൻ. വിഷ്ണുമായ സ്വാമി ജനിച്ച ഉടൻ തന്നെ പാർവതി ദേവി യഥാർത്ഥ കൂളിബാഗയ്ക്ക് വിഷ്ണുമായ സ്വാമിയെ വളർത്താനായിട്ടുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുകയാണ്. മാത്രമല്ല തൻ്റെ പുത്രന് എല്ലാ രീതിയിലുള്ള ബുദ്ധിയും ശക്തിയും മായാവിദ്യകളും ദേവി പ്രദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വിഷ്ണുമായ സ്വാമി ഒരുപാട് വർഷങ്ങൾ ഈ ഒരു ഗോത്രവർഗക്കാരോടൊപ്പം കൂളിബാഗയുടെ പുത്രനായി അവരുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ വയസ്സ് പിറന്നാൾ സമയത്താണ് നാരദ മുനി അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് പരമശിവനും പാർവതി ദേവിയുമാണ് തൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെന്ന്. ശിവപാർവതിമാരാണ് തൻ്റെ അച്ഛനും അമ്മയും എന്ന് അറിയുന്ന വിഷ്ണുമായ സ്വാമിക്ക് അവരെ നേരിൽ കണ്ട് മുഖം കാണിക്കാനുള്ള ഒരു ആഗ്രഹം ഉടലെടുക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം തന്നെ വിഷ്ണുമായ സ്വാമി കൈലാസത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. അങ്ങനെ കൈലാസത്തിലെത്തുന്ന വിഷ്ണുമായ സ്വാമി കാണുകയാണ് അവിടെ കൈലാസത്തിന്റെ കവാടത്തിന്റെ മുന്നിലായിട്ട് നന്ദിദേവൻ ഇരിക്കുന്നത്. എന്നിട്ട് വിഷ്ണുമായ സ്വാമി നന്ദിദേവനോടായിട്ട് അറിയിച്ചു അദ്ദേഹത്തിന് കൈലാസത്തിന്റെ അകത്തേക്ക് പോകണമെന്ന്. പക്ഷെ അദ്ദേഹം അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണുമായ സ്വാമി തൻ്റെ മായാശക്തിയിലൂടെ ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവിന്റെ രൂപം കൈക്കൊണ്ടു. എന്നിട്ട് നന്ദിദേവന് സമീപം എത്തി. നന്ദിദേവനാവട്ടെ മഹാവിഷ്ണുവിനെ കണ്ട് വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. കൈലാസത്തിലേക്ക് അദ്ദേഹത്തിനെ കടത്തിവിടുകയും ചെയ്തു. ഈ രൂപത്തിലാണ് തൻ്റെ പിതാവിനെ ആദ്യം മുഖം കാണിക്കാനായിട്ട് വിഷ്ണുമായ സ്വാമി പോകുന്നത്. മായയാൽ മഹാവിഷ്ണുവിന്റെ രൂപം കൈക്കൊണ്ടു നിൽക്കുന്ന തൻ്റെ പുത്രനെ കണ്ട് ഏറെ സന്തോഷവാനായ പരമശിവൻ അദ്ദേഹത്തിന് വിഷ്ണുമായ എന്ന പേര് നൽകുകയും ചെയ്തു. ഇങ്ങനെയാണ് വിഷ്ണുമായ സ്വാമിയുടെ കഥ എന്ന് പറയുന്നത്. ഒരു രത്നച്ചുരുക്കായിട്ടാണ് ഞാൻ ഈ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഫുള്ളും സ്വർണം പോലെയാണ് കേട്ടോ. സ്വർണ്ണ നിറത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ഷേത്രത്തിന്റെ നിലത്ത് തന്നെ LED ലൈറ്റ് ഒക്കെ വെച്ച് അവർ അതിമനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ദേവസ്ഥാനം കണ്ട എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായിട്ടും മൂലസ്ഥാനവും കാണണം. അതായത് ഭഗവാന്റെ മൂലസ്ഥാനം, വിഷ്ണുമായ സ്വാമിയുടെ മൂലസ്ഥാനവും കാണണം. ആ ഒരു മൂലസ്ഥാനത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കളരിയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഭഗവാന്റെ കളരി അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു കൂത്തമ്പലത്തിൻ്റെ ഒരു ആമുഖം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂലസ്ഥാനം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആവണങ്ങാട്ട് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മൂലസ്ഥാനത്തിലാണ് കേട്ടോ. നേരത്തെ നമ്മൾ ദേവസ്ഥാനമാണ് കണ്ടത്, ഇപ്പോൾ മൂലസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്പലം എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇതാണ് ആവണങ്ങാട്ടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അതായത് വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം സാധാരണ ഒരു അമ്പലത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ദേവസ്ഥാനം വന്ന് കണ്ടവരെല്ലാവരും നിർബന്ധമായിട്ടും മൂലസ്ഥാനവും കാണാൻ വരണം. അതുകൊണ്ട് എല്ലാവരും ദേവസ്ഥാനത്ത് വരുമ്പോൾ മൂലസ്ഥാനം മിസ് ചെയ്യാതെ വന്ന് കാണാം. വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്ഷേത്രാന്തരീക്ഷം അതിൻ്റെ ചുറ്റുവട്ടമാണ് ഉള്ളത്. സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. കാറും ഓട്ടോയും ഒക്കെ പാർക്ക് ചെയ്യാനൊരു സ്ഥലമുണ്ട്. മാത്രമല്ല അടുത്ത് തന്നെ ഒരു ചെറിയ ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വന്നിരിക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് വരിക, വിസിറ്റ് ചെയ്യുക. നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. മാത്രമല്ല ഇത്ര അതിമനോഹരമായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അത് മിസ് ചെയ്യാതെ ഒന്ന് വന്ന് കാണാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു ഓൾ ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.